ടു ഇൻഡസ് ടോക്സ്. അപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നത് എന്താണ് ഞാനിത്ര ഒരു ഹാപ്പി മൊമെൻ്റ്? ഇതന്നെ റീസൺ. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് അബുദാബിയിലാണ്. ഇത് എൻ്റെ ഒരു മെഡിക്കൽ കോഡിംഗ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ആളിപ്പോൾ അബുദാബിയിൽ ഒരു അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ആളെ പേര് ഫസ്ന എന്നാണ്. ആളെ ക്വാളിഫിക്കേഷൻ എന്താണ്, കാര്യങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിൻ്റെ അടുത്തൊന്ന് ഫസ്നനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എൻ്റെ പേര് ഫസ്ന റസ. ഞാൻ MSc ബയോകെമിസ്ട്രി കഴിഞ്ഞതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ MSc ബയോകെമിസ്ട്രി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് മാരേജൊക്കെ കഴിഞ്ഞ് UAEയിൽ വന്ന് പിന്നെ ജോലി നോക്കിയപ്പോൾ ജോബൊന്നും ആവണ്ടായിരുന്നില്ല. ഇവിടെ എന്തോ DH അബുദാബിയിൽ ഹാദ് പ്രോബ്ലം ആയിട്ട് നാട്ടിലെ എക്സ്പീരിയൻസ് ഒന്നും വർക്ക് ചെയ്യാതെയാണ് ഡയറക്റ്റ് ഇങ്ങോട്ട് കയറി പോകുന്നത്. ഉള്ള MSc വെച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നത് നോക്കുമ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജോബ് നോക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ചില സ്ഥലത്ത് നോക്കുമ്പോൾ നമ്മൾ MSc ആണ്, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്, വേറെ ഏതെങ്കിലും നോക്കിക്കോ. ലാബ് ഫീൽഡ് നോക്കുമ്പോൾ അതവർക്ക് അവർക്ക് ഹാദില്ല. ലാബില്ലാത്ത ഫീൽഡ് ബാക്കി എന്തെങ്കിലും ജോബ് നോക്കുമ്പോൾ അവർക്ക് അത് MSc ഒക്കെ കഴിഞ്ഞിട്ട് എന്തിനാ അങ്ങനെ ബാക്കിയുള്ള ജോബിന് ഹൈ ക്വാളിഫിക്കേഷൻ അപ്പം അത് വേണ്ട, അപ്പം അവർക്കും നമ്മളെ വേണ്ട, ആർക്കും വേണ്ട. അങ്ങനെ ആയിട്ട് നടക്കുമ്പോൾ ആണിങ്ങനെ മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ പറ്റി. മെഡിക്കൽ കോഡിംഗ് കോഴ്സിനെ കുറിച്ചിട്ട് എങ്ങനെയാണ് അറിഞ്ഞത്? അത് 1-2 ഫ്രണ്ട്സ് ഇതുപോലെ ജോബിന് കയറി, അവർക്ക് പെട്ടെന്ന് ജോബ് കിട്ടി, എക്സ്പീരിയൻസ് ഒന്നും വേണ്ടി വന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ പറ്റി അറിഞ്ഞത്. പിന്നെ ഗൂഗിൾ ചെയ്ത് അങ്ങനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കോഴ്സിലേക്ക് തിരിയാന്ന് ഡിസൈഡ് ചെയ്ത്. പിന്നെ അപ്പോഴേക്കും പ്രഗ്നൻ്റ് ആയി. പിന്നെ നോക്കുമ്പം കോഴ്സ് പിന്നെ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ നിർത്തിവെച്ച്. പിന്നെ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ഇൻഡസ് എഡ്യൂക്കേഷനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ അവരോട് ഇങ്ങനെ പറഞ്ഞ് ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്, ചെറിയൊരു കുട്ടിയുണ്ട്. അപ്പോൾ കുട്ടിക്ക് എത്ര മന്താകുമ്പോഴാണ് ചെയ്തു തുടങ്ങിയത്? ഏകദേശം 1 മന്താവും. 1 മന്തിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ് പറ്റുമോ ചോദിച്ചപ്പോൾ അവർ ഓൺലൈൻ എടുത്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അങ്ങനെ മോളെ വെച്ചിട്ടായിരുന്നു പിന്നെ ക്ലാസ്സൊക്കെ ഓൺലൈൻ ക്ലാസ് 3.5 മാസം എന്താണ് കംപ്ലീറ്റ് ചെയ്തു. ശരിക്കും ആ ടൈമിലൊക്കെ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുള്ള ഹാർഡ് വർക്കിംഗ് ഉള്ള ഒരാളും കൂടിയാണ്. പക്ഷെ അത് മാത്രമല്ല, ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ചില സമയത്തൊക്കെ മോള് ഉറങ്ങാത്ത സമയമൊക്കെ ആണെന്നുവെച്ചെങ്കിൽ ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ചിലപ്പോൾ പാരൻസിൻ്റെ കയ്യിൽ കൂട്ടാക്കാത്ത സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുട്ടീനെ തൊട്ടിയിൽ താട്ടിയിട്ടാവും ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അപ്പം പക്ഷെ അതൊന്നും ഫാക്കൽറ്റീസിന് ഒരു പ്രശ്നമല്ലായിരുന്നു. അപ്പം ട്രെയിനർ ആയാലും നമ്മളോട് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അവർക്ക് അതൊന്നും പ്രശ്നമല്ലായിരുന്നു. പിന്നെ ചില ദിവസമൊന്നും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അവരെ ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ടൈം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഞാൻ തിരിച്ച് UAEയിൽ വന്ന്. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഒറ്റയ്ക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴും അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ അവരയച്ചു തരും. നമ്മളൊപ്പം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 16 മോക്കോളം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. അത് ക്ലാസ് അറ്റൻഡ് ചെയ്യണേക്കാളും കൂടുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ട അങ്ങനെയല്ല, ക്ലാസ് അറ്റൻഡ് ചെയ്യണേക്കാളും കൂടുതൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണതിലാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കുന്ന സീരീസ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് ഒരു ഡിഫറൻസ് ഉണ്ട്. അതേപോലെ വായിക്കാതെ അതൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ്. പിന്നെ എക്സാം എഴുതണം, ഡേറ്റ് എടുക്കണം എന്നൊക്കെ എപ്പോഴാ ഫീൽ ചെയ്ത് തുടങ്ങിയത്? അത് പിന്നെ ഒരുവിധം എല്ലാവരും എഴുതി തുടങ്ങി. ഒരുവിധം ബാച്ചിൽ എല്ലാവരും എഴുതി തുടങ്ങി. അപ്പോഴും ഞാനിതുപോലെ മാം സെപ്പറേറ്റ് ആയിട്ട് ഒരു ട്രെയിനിങ് തരുമായിരുന്നു. എന്നുവെച്ചാൽ ക്ലാസ് ചില ഭാഗമൊന്നും അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് അവർ സെപ്പറേറ്റ് ഒരു കെയർ തന്നിട്ട് നമ്മൾ എഴുതും, ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യും. എക്സാം എഴുതാനൊരു ടെൻഷൻ തരുന്നു. ഇപ്പൊ MSc വരെ പഠിച്ചു, ഇനിയും പേയ്മെന്റ് കൊടുത്ത് ഈ എക്സാം എഴുതിയിട്ട് അത് ഫസ്റ്റിന്റെ കാര്യത്തിൽ ഭയങ്കര ഡൗട്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഞാൻ എഴുതിയിട്ട് വെറുതെ ആയി പോയോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ഫീസൊക്കെ പേ ചെയ്തിട്ട് അത് വെറുതെ ആയി പോവോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്ത് മാഷാഅല്ലാ അത്യാവശ്യം മാർക്കോട് കൂടി പാസ്സായി. പിന്നെ ഫസ്റ്റിനയുടെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള പാസ്സാവുമെന്ന് അറിയുമ്പോൾ തന്നെ ഹാർഡ് വർക്കിംഗ് ആണ് ആള്, പാസ്സാവുമെന്ന് അറിയായിരുന്നു.
പക്ഷെ 89% കൂടി പാസ്സാവുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. കാരണം ഇത്രയും കുട്ടീനൊക്കെ വെച്ചിട്ട് കുറേ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാനും പറ്റില്ല. പിന്നെ എക്സാം പ്രിപ്പറേഷനിൽ മേക്കപ്പ് ചെയ്തെടുത്തു, എന്നാലും ആവുന്ന ഒരു ഇതുണ്ടായിരുന്നില്ല. മീൻസ് ഇത്രയും മാർക്കോട് കൂടി പാസ്സാവുന്നു. അപ്പോൾ നമുക്കും നല്ലൊരു ഹാപ്പി. ഇൻഡസ്ട്രീൻ്റെ തന്നെ ഏറ്റവും ഫസ്റ്റ് ടോപ്പ് സ്കോറർ ആയിരുന്നു ഫസ്റ്റ് ഞാൻ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് 97 ഒക്കെ കിട്ടി തുടങ്ങിയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ട്രെയിനറായിട്ടാണ് UAE കിട്ടിയത്. അതിങ്ങനെ സെർച്ച് ചെയ്ത് പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കുട്ടീനെ ഇട്ടിട്ട് ഫുൾ ടൈം ഒരു ജോബും പോസിബിൾ ആയിരുന്നില്ല. ഇപ്പോൾ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. ഒരു 1 year ആയ ടൈമിലാണ്, മോൾക്ക് 1 year ആയ ടൈമിലാണ് ഞാനിങ്ങനെ എക്സാം എഴുതി പാസ്സായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോബ് നോക്കുമ്പം ചെറിയ കുട്ടിയല്ലേ എന്നുള്ളൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഓൾറെഡി MSc കഴിഞ്ഞ് അത്യാവശ്യം വെറുതെ ഇരുന്നിരിക്കണം. ഇനിയിപ്പോൾ വീണ്ടും വെറുതെ ഇരിക്കണ്ടേ എന്നുള്ളൊരു വിഷമം അത് വേറെ. അങ്ങനെ ആയിട്ട് പിന്നെ വെറുതെ അപ്ലൈ ചെയ്യൽ തുടങ്ങി. അങ്ങനെ മറ്റേ വെബ്സൈറ്റിലൊക്കെ നമ്മളിങ്ങനെ CV അപ്ഡേറ്റ് ചെയ്ത് വന്നപ്പോൾ അവിടുന്ന് ഒരു 1 week കഴിഞ്ഞപ്പോഴത്തേനും ഒരു കോൾ വന്ന്. അത് അവർ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുമോ ചോദിച്ചിട്ടായിരുന്നു. അപ്പം ഓൾറെഡി അത്യാവശ്യം നോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തറവായിട്ടല്ല എക്സാം എഴുതിയത്. അപ്പോൾ പിന്നെ ക്ലാസ് എടുക്കണതൊരു ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ CPC കോഴ്സിനെ പറ്റിയിട്ട് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും ബേസ് ആയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ പിന്നെ ബേസ് തന്നിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ പിന്നെ എക്സാമിന് ഓക്കെ പറഞ്ഞു, അവരോട് ഓക്കെ പറഞ്ഞ് പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ആദ്യം ഒരു സമയം മാത്രം അങ്ങനെ ഡെയിലി 2 hour അങ്ങനെ വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു 1 year ഓൺലൈനായിട്ട് തന്നെ. ഇപ്പൊ ഓഫ്ലൈൻ ഇടയ്ക്ക് പോയി വരുന്നത്. പക്ഷെ ഓഫ്ലൈൻ പോണതിനും ഒരു രസം തന്നെ, നമുക്ക് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട് അത് കൊടുക്കാനും വീട്ടിൽ തന്നെ അടങ്ങിയിരുന്ന് അങ്ങനത്തെ ഒരു ഇതല്ല. പുറത്തുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്, വീട്ടിലെ കാര്യം കുട്ടിയുടെ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. അപ്പൊ എന്തായാലും നമ്മൾ ഹാപ്പി. നമ്മൾ ഇതേപോലെ നമ്മളെ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് UAE നമുക്ക് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി എന്നാലും ഞാൻ ഇട്ടുകൊടുത്തിരുന്നു. എനിക്ക് കിട്ടണ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ആൾക്ക് ഇട്ടുകൊടുത്തിരുന്നു. അത് പിന്നെ പെട്ടെന്ന് ട്രെയിനറായിട്ട് കിട്ടുകയും ചെയ്ത് വെറുതെ ഇരിക്കേണ്ടി വന്നില്ല. അതെ, ഒരുപാട് എന്താ പറയാ മറ്റേ ട്രെയിനി ആയിട്ടും അല്ലാതെയൊക്കെ വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് തന്നിരുന്നു. ഈ കുട്ടീനെ അവിടെ എവിടെയും ബേബി കെയറിലൊക്കെ ആക്കിയിട്ട് പോകേണ്ടൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അത് ഓപ്റ്റ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കേസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ഒരു ഹാപ്പി മൂഡ് എന്ന് പറയുന്നത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ് അല്ലേ. എന്തായാലും അതൊരു നമുക്ക് സംഭവം, നമ്മളെ ഹസ്ബൻഡ്സ് ആയാലും ഇവരൊക്കെ നമ്മളെ നോക്കുന്നുണ്ട്, നന്നായി ഇതിൽ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് വന്നപ്പോൾ എന്താണ് ശരിക്കുള്ളൊരു റിയൽ ഫീലിംഗ് എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ട്രെയിനറാണെന്ന് പറയുമ്പോൾ അത്രയും നല്ലൊരു ഇൻകം ഉണ്ടാവില്ല എന്നൊക്കെ ചിലപ്പോൾ തോന്നാം. പക്ഷെ അതല്ല, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ MSc കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ജോബ് ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ ഒരു മിനിമം സാലറി മതി എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നോക്കിയിരുന്നത്. അതിൻ്റെ ഒക്കെ ഇരട്ടി എനിക്കിപ്പോൾ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താലും. പിന്നെ ഒരു ട്രെയിനർ എന്നുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കമ്മിറ്റ്മെന്റ് ആണ് മെയിനായിട്ട്. അതിപ്പോൾ ഫസ്റ്റ് നൈറ്റും ഉണ്ട്. നമ്മൾ അത് കുട്ടികൾക്ക്, നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫാക്കൾട്ടി എന്ന് പറയുമ്പോൾ ഓക്കെ അവർ സാലറിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ആഫ്റ്റർ ഓൾ നമ്മൾ കുട്ടികളോടുള്ളൊരു കമ്മിറ്റ്മെൻറ്റ്. എന്തായാലും ആ കുട്ടികൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് പഠിക്കാൻ വേണ്ടത്. എത്രയായാലും നമ്മളൊരു ടീച്ചറാണല്ലേ. അപ്പോൾ അവരെന്തായാലും അവർക്കൊരു ഫെയ്ത്ത് ഉണ്ടാവും നമ്മളിൽ. അതിന് തിരിച്ചൊരു റെസ്പോൺസിബിലിറ്റിയും നമ്മൾ കാണിച്ചാൽ നമുക്ക് അതിനുള്ളൊരു ഉപകാരം കിട്ടും. ഇപ്പം അത് ശരിക്കും കിട്ടി തുടങ്ങി. സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് അതേപോലെ തിരിച്ച് വേറെ സ്റ്റുഡൻസിനും കൊടുക്കാൻ പറ്റുക. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ലൈഫ് ഏകദേശം സെറ്റായി ഇതാക്കാം. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് കമ്പനീസിനും നോക്കണം എന്നുണ്ടല്ലേ. കുട്ടി നോക്കി ആയി കഴിഞ്ഞാൽ ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ ജോബ് തന്നെ അത്യാവശ്യം ഹെൽപ്ഫുൾ ആണ്. നല്ല നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് ഈ കോഴ്സ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമ്മളെ HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരെ കുറിച്ച് പറയാന്ന് വെച്ചാൽ അവർ കുറേ ഹെൽപ്പ് ചെയ്യാറില്ല. ഒരു എക്സാം ഡേറ്റ് എടുക്കാനും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും വേക്കൻസീസ് ഉണ്ടെങ്കിൽ അവർ അറിയിക്കും.
അവർ നല്ല സപ്പോർട്ടീവാണ്. ഓക്കെ, അപ്പോൾ ഫൈനലായിട്ട് എന്താണ് ഫസ്നിക്ക് പറയാനുള്ളത്? അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ കൂടുതൽ ഇതാക്കണം. അപ്പോൾ എന്തായാലും അബുദാബിയിൽ കുഴപ്പമില്ലാത്തൊരു ട്രെയിനറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതുപോലെ ലൈഫ് മുന്നോട്ട് പോട്ടെ, ഇനി അതിലും കൂടുതൽ ഹൈ ലെവലിൽ ഫസ്റ്റ് എത്തട്ടെ എന്ന് നമ്മളും ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഫൈനലായിട്ട് എന്താണ് നമ്മൾ വ്യൂവേഴ്സിൻ്റെ അടുത്ത് ഈ മെഡിക്കൽ കോഡിങ് പഠിക്കാൻ ഇരിക്കാൻ ആഗ്രഹം, നോൺ ലൈഫ് സയൻസ് ഡിഗ്രിക്കാർക്ക് കുറേ ടെൻഷൻ ഉണ്ട് പഠിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അതിനൊരു തെളിവാണ് ഞാൻ. ഓക്കെ, അതല്ലാതെ ആസ് എ ടീച്ചർ എന്നുള്ള നിലക്ക് ഒരു നോൺ ലൈഫ് സയൻസ് കുട്ടിക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുമോ, എക്സാം പാസ്സാവാൻ പറ്റുമോ, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു നോക്കും. നോൺ സയൻസ് ആയിട്ടുള്ളവർ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അത്യാവശ്യം ബേസ് നന്നായിട്ട് ഇവർ തരുന്നതാണ്, നമുക്കറിയാലോ. അപ്പോൾ അതിൽ നോൺ സയൻസ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും നിർബന്ധമായിട്ട് തന്നിരിക്കും. നല്ല ബേസൊക്കെ തന്നിട്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്യണത്. എന്നിട്ട് പിന്നെ അപ്പോൾ ബേസ് എന്തായാലും നമുക്ക് കിട്ടും. പിന്നെ കോഡ്സും ബാക്കി എങ്ങനെയാണ് കോഡിങ് കാര്യങ്ങൾ എന്നുള്ളത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അത് സയൻസ് അല്ല, ഏത് ഡിഗ്രിക്കാർക്കും എടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ടെലിഫോൺ ഡയറക്ടറി എടുത്തിട്ട് അതിൽ നിന്ന് നമ്പേഴ്സും അഡ്രസ്സ് വെച്ച് നമ്പർ നമ്മൾ ചൂസ് ചെയ്യില്ലേ, അതേപോലെ അത് ഏതൊരു ചെറിയ കുട്ടിക്കും പറ്റാവുന്ന കാര്യങ്ങൾ. അതുപോലെ നമ്മൾ കോഡ്സ് എങ്ങനെ കണ്ടെത്തും എന്നുള്ളൊരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരു ഐഡിയ ആണ്, അതൊരു ട്രിക്കാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാ ഡിഗ്രിക്കാർക്കും അത് ഈ കോഴ്സ് ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് താങ്ക് യു ഇത്രയും ടൈം, കാരണം ബിസി ലൈഫാണെന്ന് അറിയാം. ഇത്രയും ടൈം ഒരു വീക്കെൻഡാണ്, അപ്പോൾ നമുക്ക് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് തന്നാൽ താങ്ക് യു സോ മച്ച്.